Hello, family. Welcome to English speaking course. Hope you all are keeping safe and healthy. ഇന്ന് നമുക്ക് കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസും അതിൻ്റെ പോസിബിൾ ആൻസേഴ്സും നോക്കാം. In our last video also we did the same. Today is day 11 of the 30 days series. Hopefully you are watching all the videos, you are practicing, you are repeating the sentences and you are trying to use the sentences in your daily life. നിങ്ങളെ ലൈഫിൽ നിങ്ങൾ കുറച്ചായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ. സോ സിറ്റുവേഷൻസ് വരുമ്പം ചെറിയ സെൻറ്റൻസസ് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കണം. ബാക്കി മലയാളത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ചെങ്കിലും ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കണം. പ്രാക്ടീസ് ഈസ് ദ കീ, ലിസണിങ് ഈസ് ദ കീ. നിങ്ങൾ ലിസൺ ചെയ്യണം, അതേപോലെ സംസാരിക്കാനും ശ്രമിക്കണം. ഇന്നത്തെ വീഡിയോ ഫുൾ കാണണം. If you are new on my channel, please do subscribe. A hearty thanks for my old subscribers. Without further delay, let's get started. നിങ്ങളുടെ വീക്കെൻഡ് നല്ലതായിരുന്നു? This is our first question. In English, we can ask, did you have a good weekend? Did you have a good weekend? Please repeat. നല്ലതായിരുന്നെങ്കിൽ നമുക്ക് പറയാം യെസ് ഇറ്റ് വാസ് നൈസ്, യെസ് ഇറ്റ് വാസ് റിലാക്സിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നീ എവിടെയെങ്കിലും പോയിരുന്നോ? ഡിഡ് യു ഗോ എനിവെയർ? ഡിഡ് യു ഗോ എനിവെയർ? പ്ലീസ് റിപ്പീറ്റ്. സാമ്പിൾ ആൻസേഴ്സ് ആർ ടു ദ മോൾ വിത്ത് മൈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ടു ദ മോൾ വിത്ത് മൈ ഫാമിലി, ഇങ്ങനെയൊക്കെ പറയാം. യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഹൗ ക്യാൻ വി ആസ്ക്? How was your trip? Please repeat. ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം ഇറ്റ് വാസ് നോട്ട് ബാഡ് അല്ലെങ്കിൽ ക്വയറ്റ് നൈസ്. Our next question is, ഇവിടെ ആദ്യമായിട്ടാണോ? In English, we can ask, is this your first time here? Is this your first time here? Please repeat. Probable answers are yes it is, അല്ലെങ്കിൽ നമുക്ക് പറയാം നോ ഐ ഹാവ് ബീൻ ഹിയർ ബിഫോർ, അതായത് ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ഏതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ചായയോ കാപ്പിയോ? ഇൻ ഇംഗ്ലീഷ് യു ക്യാൻ ആസ്ക് which one do you prefer, tea or coffee? Which one do you prefer, tea or coffee? Please repeat. ഇനി കോഫിയ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ലവ് കോഫി. ചായ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ലവ് ടീ. പഞ്ചസാര വേണോ? ഇതെങ്ങനെ ചോദിക്കാം? വി ക്യാൻ ആസ്ക് വുഡ് യു ലൈക്ക് ഷുഗർ? വുഡ് യു ലൈക്ക് ഷുഗർ? പ്ലീസ് റിപ്പീറ്റ്. കുറച്ചെന്ന് പറയണമെങ്കിൽ യു ക്യാൻ സേ യെസ് എ ലിറ്റിൽ. ഹൗ മച്ച് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടിയായിട്ട് ഹാഫ് എ ടീസ്പൂൺ എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചോദിക്കാം ഈസ് എ ടീസ്പൂൺ ഫൈൻ, അതായത് ഒരു സ്പൂൺ മതിയോ? ഈസ് എ ടീസ്പൂൺ ഫൈൻ. ആൻസർ ആയിട്ട് പറയാം യെസ് ഇറ്റ്സ് ഫൈൻ ഓർ ആഡ് എ ലിറ്റിൽ മോർ. ഇത്രയും കൂടെ കൂടുതൽ വേണം, ആഡ് എ ലിറ്റിൽ മോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ എത്ര കാലം താമസിക്കും? ഹൗ ലോങ് വിൽ യു ബി സ്റ്റേയിങ്? ഹൗ ലോങ് വിൽ യു ബി സ്റ്റേയിങ്? പ്ലീസ് റിപ്പീറ്റ്. A month, ഒരു മാസം. Few days, കുറച്ച് ദിവസം. 10 days, 10 ദിവസം. A week, ഒരാഴ്ച. Next question, എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? How can we ask? I'm hungry, is there anything to eat? I'm hungry, is there anything to eat? Please repeat. Simple answer, യെസ് ഇഡ്ലി ഈസ് ദർ, ഇഡ്ലി ഉണ്ട്. ഷാൽ ഐ ബ്രിങ്, ഞാൻ കൊണ്ടുവരട്ടെ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ദോശ ഉണ്ടാക്കട്ടെ? ഷാൽ ഐ മേക്ക് ദോശ? പ്ലീസ് റിപ്പീറ്റ്. നെക്സ്റ്റ് വൺ, നിങ്ങൾ ഒഴിവ് സമയം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും? വാട്ട് ഡു യു ഡു വെൻ യു ഹാവ് ഫ്രീ ടൈം? പ്ലീസ് റിപ്പീറ്റ്. ആൻസർ ആയിട്ട് നിങ്ങൾക്ക് പറയാം ഐ ലവ് റീഡിങ്, ഐ ലവ് ലിസണിങ് ടു മ്യൂസിക്. ഞാൻ ഷോപ്പിങ്ങിന് പോകാറുണ്ട്, ഐ ഗോ ഔട്ട് ഫോർ ഷോപ്പിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? ഡു യു നീഡ് എനി ഹെൽപ്പ്? പ്ലീസ് റിപ്പീറ്റ്.
സഹായം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നോ താങ്ക്സ് ഓർ യു ക്യാൻ സേ നോ താങ്ക്സ് ഫോർ ആസ്കിങ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ പറയാം ക്യാൻ യു പ്ലീസ് ഫൈൻഡ് മൈ ഫോൺ, ഒന്ന് എൻ്റെ ഫോൺ പരിധി തരാമോ. നെക്സ്റ്റ് ഈസ് എ കോമൺ ക്വസ്റ്റ്യൻ, എനിക്കൊരു മിസ് കോൾ തരാമോ. ക്യാൻ യു ഗിവ് മീ എ മിസ് കോൾ. ക്യാൻ യു ഗിവ് മീ എ മിസ് കോൾ. പ്ലീസ് റിപ്പീറ്റ്. നമുക്ക് റിപ്ലൈ ആയിട്ട് പറയാം വെയിറ്റ് എ മൊമെൻറ്റ്, ഒരു നിമിഷം, ഓർ ജസ്റ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ്. ലെറ്റ്സ് മൂവ് അഹെഡ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിനക്കിന്ന് സുഖമില്ലേ? ഹൗ ക്യാൻ വി ആസ്ക്? വി ക്യാൻ ആസ്ക് aren't you feeling well today? Aren't you feeling well today? Please repeat. അതിൻ്റെ റിപ്ലൈ ആയിട്ട് നമുക്ക് പറയാം നോ ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ. എനിക്കിന്ന് സുഖമില്ല. നോ ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ. ഓർ യു ക്യാൻ ടെൽ യുവർ പ്രോബ്ലം ദർ. ഐ എം ഹാവിങ് സീവിയർ ഹെഡേക്ക്, എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയുണ്ട്. അല്ലെങ്കിൽ ഐ എം ഹാവിങ് കോൾഡ്, എനിക്ക് ജലദോഷമുണ്ട്. ഐ എം ഹാവിങ് ത്രോട്ട് പെയിൻ, എനിക്ക് തൊണ്ടവേദനയുണ്ട്. എന്താ ഇത്ര വൈകിയത്? ഹൗ ക്യാൻ വി ആസ്ക്? Why are you so late? Please repeat. റിപ്ലൈ ആയിട്ട് നമുക്ക് പറയാം ഐ എം സോറി ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഞാൻ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ എം സോറി മൈ ഡോട്ടർ ഈസ് സിക്ക്. എൻ്റെ മകൾക്ക് സുഖമില്ല. നെക്സ്റ്റ് വൺ, നിനക്ക് ജോണിനെ അറിയാമോ? ഡു യു നോ ജോൺ? യു ക്യാൻ റിപ്ലൈ ഇറ്റ് ബൈ സേയിങ് ഐ തിങ്ക് ഐ മെറ്റ് ഹിം വൺസ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്രാവശ്യം അവനെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഡോണ്ട് നോ ഹിം, എനിക്ക് അവനെ അറിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ഇറ്റ്? ഇതിന് എത്രയാണ്? ഇറ്റ്സ് 500 rupees. ഇതൊക്കെ ഷോപ്പിങ്ങിന് പോയാൽ നമ്മൾ ചോദിക്കാറുണ്ട്. ഇങ്ങനെയല്ലാതെ നമ്മൾ വേറൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ക്യാൻ യു ഷോ മീ അനദർ കളർ? മറ്റൊരു കളർ കാണിക്കാമോ? പ്ലീസ് റിപ്പീറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട് മേ ബി എ ലൈറ്റർ ഷെയ്ഡ്, കുറച്ച് ലൈറ്റർ ഷെയ്ഡ്. ക്യാൻ യു ഷോ മീ എക്സൽ സൈസ് ഇൻ ദിസ്? ഇതിൽ എക്സൽ സൈസ് കാണിക്കാമോ? ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ? ഞാനിത് ഇട്ട് നോക്കട്ടെ. ട്രയൽ റൂം എവിടെയാണ്? വേർ ഈസ് ദ ട്രയൽ റൂം? വേർ ഈസ് ദ ക്യാഷ് കൗണ്ടർ? ക്യാഷ് കൗണ്ടർ എവിടെയാണ്? ലൈക്ക്വൈസ് ഷോപ്പിങ്ങിന് പോയാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡു യു ആക്സെപ്റ്റ് കാർഡ്? നിങ്ങൾ കാർഡ് സ്വീകരിക്കുമോ? നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് എനി സെയിൽ അല്ലെങ്കിൽ എനി ഓഫേഴ്സ്, എനി ഡിസ്കൗണ്ട്സ് ഗോയിങ് ഓൺ? എന്തെങ്കിലും സെയിൽ, ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓഫർ ഉണ്ടോ? സോ വി ലേൺ ലോട്ട് ഓഫ് സെൻറ്റൻസസ് റിഗാർഡിംഗ് ഷോപ്പിംഗ്. ലെറ്റ്സ് മൂവ് അഹെഡ്. സമയം 5 മണി ആയതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര നേരത്തെ എഴുന്നേറ്റത്? ഇംഗ്ലീഷ്, ഇറ്റ്സ് ഓൺലി 5 o'clock. Why are you up so early? Please repeat. ഇതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് പറയാം ഐ ഹാവ് എ മീറ്റിംഗ്, ഐ ഹാവ് സം വർക്ക് ടു ഡു. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ നീഡ് ടു റീച്ച് ഓഫീസ് ഏർലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തോ? Did you book the appointment? Did you book the appointment? Please repeat. വൈകുന്നേരത്തേക്ക് കിട്ടി. I got it for the evening. At what time? At 6:30. TV off ചെയ്യാമോ? How can you ask? Can you shut down the TV? 1 more minute മമ്മ. കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്, 1 മിനിറ്റും കൂടെ അമ്മ. നിങ്ങൾ എപ്പോൾ വീട്ടിലെത്തും? When will you reach home? When will you reach home? അതിൻ്റെ റിപ്ലൈ ആയിട്ട് പറയാം in about an hour, 1 മണിക്കൂറിൽ. Or you can be more specific by giving a particular time. You can say by 4:30. Next one, ഇന്ന് രാത്രി നമുക്കൊരു സിനിമ കാണാൻ പോയാലോ? Shall we go out for a movie tonight? Shall we go out for a movie tonight? Please repeat. റിപ്ലൈ ആയിട്ട് നമുക്ക് പറയാം yes we can. നമുക്ക് പോകാം. Sorry, I'm a bit busy today. ഞാൻ ഇന്ന് കുറച്ച് തിരക്കിലാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം let it be some other day. വേറെ ഒരു ദിവസം, മറ്റൊരു ദിവസം ആവട്ടെ. How about Sunday? Sunday പോയാലോ?
ഇങ്ങനെ ചോദിക്കാറുണ്ട് നമ്മൾ. അതിൻ്റെ റിപ്ലൈ ആയിട്ട് നമുക്ക് പറയാം ഓക്കെ ദെൻ ലെറ്റ് ഇറ്റ് ബി ഓൺ സൺഡേ. ശരി എന്നാൽ സൺഡേ ആവട്ടെ. ഓക്കെ ദെൻ ലെറ്റ് ഇറ്റ് ബി ഓൺ സൺഡേ. ലെറ്റ്സ് മൂവ് അഹെഡ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ടി കഴിഞ്ഞാൽ എങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്കറിയാം. ഹൗ വാസ് ദ പാർട്ടി? അതിൻ്റെ റിപ്ലൈ ആയിട്ട് നമുക്ക് പറയാം ഇറ്റ് വാസ് എ ബ്ലാസ്റ്റ്. വളരെ നല്ലതാണെന്ന് നമുക്ക് അങ്ങനെ പറയാം. നെക്സ്റ്റ് ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എത്ര പേര് വന്നു? ഹൗ മെനി ടേൺഡ് അപ്പ്? ഹൗ മെനി ടേൺഡ് അപ്പ്? പ്ലീസ് റിപ്പീറ്റ്. അറൗണ്ട് 40. ഏകദേശം 40. നെക്സ്റ്റ് വൺ, നിങ്ങൾ എവിടെ പോകുന്നു? വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? റിപ്ലൈ ആയിട്ട് നമുക്ക് പറയാം ടു ദ മാർക്കറ്റ്. മാർക്കറ്റിലേക്കാണ്. നീ എവിടെയാണ്? ഫോൺ വിളിച്ച് നമ്മൾ ചോദിക്കാറുണ്ട്. ഇൻ ഇംഗ്ലീഷ് യു ക്യാൻ ആസ്ക് വേർ ആർ യു. ആസ് എ റിപ്ലൈ യു ക്യാൻ സേ ഇൻ ദ മാർക്കറ്റ്. എവിടെയാണ് ആ സ്ഥലം നിങ്ങൾക്ക് പറയാം ഇന്താന്ന് പറഞ്ഞിട്ട്. ഫോണിൽ നമ്മൾ എന്തെങ്കിലും സാധനം മറക്കല്ലേ എന്ന് പറയാൻ എങ്ങനെയാണ് പറയുക? ഫോർ എക്സാമ്പിൾ പാല് വാങ്ങാൻ മറക്കല്ലേ, ഡോണ്ട് ഫോർഗെറ്റ് ടു ബൈ. പിന്നെ സാധനത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി. ഇവിടെ ഞാൻ പാലാണ് യൂസ് ചെയ്യുന്നത്. ഡോണ്ട് ഫോർഗെറ്റ് ടു ബൈ മിൽക്ക്. ഇനി ഒരു സെൻറ്റൻസ് നോക്കാം. വൗ ഇറ്റ്സ് റിയലി നൈസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം യുവർ ഷൂസ് ആർ റിയലി നൈസ്. ന്യൂ വൺ. പുതിയതാണോ? വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം? നീ എവിടെ നിന്നാണ് ഇത് വാങ്ങിയത്? ഫ്രം എ നിയർ ബൈ ഷോപ്പ്. അടുത്തുള്ള കടയിൽ നിന്ന്. ഫ്രം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കടേൻ്റെ പേര് വേണമെങ്കിൽ അവിടെ പറയാം. ലെറ്റ്സ് മൂവ് അഹെഡ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്? ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്? കഴിച്ചെങ്കിൽ നമുക്ക് പറയാം യെസ് ഐ ഹാഡ്. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണെന്ന് പറയേണ്ടത് ഹാഡ്. കഴിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് പറയാം നോട്ട് യെറ്റ്. ഇതുവരെ കഴിച്ചിട്ടില്ല. നോട്ട് യെറ്റ്. ഓർ നമുക്ക് പറയാം ഐ എം ഗോയിങ് ടു ഹാവ്. ഞാൻ കഴിക്കാൻ പോകുകയാണ്. നെക്സ്റ്റ് വൺ, ഉച്ചഭക്ഷണത്തിന് നിങ്ങൾ എന്താണ് കഴിച്ചത്? വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ലഞ്ച്? റിപ്ലൈ ആയിട്ട് നമുക്ക് പറയാം ഐ ഹാഡ് ബിരിയാണി. കഴിച്ചു കഴിഞ്ഞതായതുകൊണ്ട് ഇവിടെയും നമ്മൾ ഐ ഹാഡ് വെച്ചിട്ടാണ് പറഞ്ഞത്. ലൈക്ക് വൈസ് ഐ ഹാഡ് ബിരിയാണി ഫോർ ലഞ്ച്. ഫുൾ സെൻറ്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ലെറ്റ്സ് മൂവ് അഹെഡ് ടു അവർ നെക്സ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാണോ? ഈസ് ദ ബ്രേക്ക്ഫാസ്റ്റ് റെഡി? അങ്ങനെയും ചോദിക്കാം. പ്ലീസ് റിപ്പീറ്റ്. അതിൻ്റെ റിപ്ലൈ ആയിട്ട് നമുക്ക് പറയാം യെസ് ഇറ്റ് ഈസ്. തയ്യാറാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് വിൽ ടേക്ക് എ ലിറ്റിൽ വൈൽ. കുറച്ച് സമയമെടുക്കും. എത്ര സമയമെടുക്കും? ഹൗ ക്യാൻ വി ആസ്ക് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? അറൗണ്ട് 20 മിനിറ്റ്. ഏകദേശം 20 മിനിറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം ഹൗ വാസ് ദ ബ്രേക്ക്ഫാസ്റ്റ്? ഹൗ വാസ് ഇറ്റ്? അങ്ങനെയും ചോദിക്കാം. ഇറ്റ് വാസ് യമ്മി. നല്ല ഡിലീഷ്യസ് ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് വാസ് യമ്മി. കുറച്ചും കൂടി വേണോ? അങ്ങനെയും നമ്മൾ ചോദിക്കാറുണ്ട്. വുഡ് യു ലൈക്ക് സം മോർ? ഡു യു വോണ്ട് സം മോർ? ആ രീതിയിലും നമുക്ക് ചോദിക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് റിപ്പീറ്റ്. നെക്സ്റ്റ് വൺ, ആർ യു ബിസി ടുമോറോ? നാളെ നീ തിരക്കിലാണോ? ആർ യു ബിസി ടുമോറോ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ആർ യു ഫ്രീ ടുമോറോ? നാളെ നീ ഫ്രീ ആണോ? നോട്ട് റിയലി. ഫ്രീ അല്ലെങ്കിൽ നമുക്ക് പറയാം. പിന്നെ എന്തെങ്കിലും അർജൻറ്റായിട്ട് കാര്യമുണ്ടെങ്കിൽ ആ കാര്യം അവിടെ പറയാം. ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ മീറ്റിംഗ് ടുമോറോ. നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. തിരിച്ച് നമ്മൾ ഇങ്ങനെയും ചോദിക്കാറുണ്ട് ബട്ട് വൈ? പക്ഷേ എന്തുകൊണ്ട്? ബട്ട് വൈ? പക്ഷേ എന്തുകൊണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെസ്റ്റ് റൂം എവിടെയാണെന്ന് ചോദിക്കാൻ നമ്മൾ ചോദിക്കാറുണ്ട് വേർ ഈസ് ദ റെസ്റ്റ് റൂം. ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇങ്ങനെ പറയാം യു ക്യാൻ ഗോ ലെഫ്റ്റ്. നിങ്ങൾക്ക് ലെഫ്റ്റ് പോകാം. അല്ലെങ്കിൽ നമുക്ക് പറയാം യു ക്യാൻ ഗോ സ്ട്രെയിറ്റ് ആൻഡ് ലെഫ്റ്റ്. നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക്. ഇങ്ങനെ ഡിറക്ഷൻ പറഞ്ഞു കൊടുക്കാം. നീ എന്താ ഇന്നലെ വിളിക്കാതിരുന്നത്? ഹൗ ക്യാൻ വി ആസ്ക് വൈ ഡിഡ്ന്റ് യു കോൾ യെസ്റ്റർഡേ? Why didn't you call yesterday? Please repeat. റിപ്ലൈ ആയിട്ട് നമുക്ക് പറയാം ഐ വാസ് ക്വൈറ്റ് ബിസി യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വളരെയധികം തിരക്കിലായിരുന്നു. ഐ വാസ് ക്വൈറ്റ് ബിസി യെസ്റ്റർഡേ. ഓർ യു ക്യാൻ സേ ഐ ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. ഇന്നലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു.
വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കണമെങ്കിൽ വളരെ കാഷ്വലായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? ഇൻ ഇംഗ്ലീഷ് യു ക്യാൻ ആസ്ക് ഷാൽ ഐ ഓർഡർ സംതിങ്. റിപ്ലൈ ആയിട്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇങ്ങോട്ട് കിട്ടാറുള്ളത്. വാട്ട് ആർ യു ഗോയിങ് ടു ഓർഡർ? നീ എന്താണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്? ഷാൽ ഐ ഓർഡർ പിസ്സ? ഞാൻ പിസ്സ ഓർഡർ ചെയ്യട്ടെ. ഷാൽ ഐ ഓർഡർ പിസ്സ? Again another question. നിങ്ങൾ എവിടെ നിന്നാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്? From where are you going to order? From എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ റിപ്ലൈ കൊടുക്കാം. സ്ഥലത്തെ പേര് അവിടെ പറയാം. അടുത്തതും ഫുഡ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നല്ല റെസ്റ്റോറൻറ്റുകളുണ്ടോ? Are there good restaurants nearby? Please repeat. യു ക്യാൻ ട്രൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് പേര് അവിടെ പറയാം. യു ക്യാൻ ട്രൈ. അത് നമ്മൾ പണ്ട് കഴിച്ച റെസ്റ്റോറൻറ്റ് ആണെന്ന് നമുക്കിങ്ങനെ പറയാം. ഐ ഹാവ് ഓൾറെഡി ബീൻ ദർ. ഞാൻ നേരത്തെ അവിടെ പോയിട്ടുണ്ട്. ഇനി അതർ സജഷൻസ്, വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ? റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ രണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഡു യു ഹാവ് ഡാഷ്? എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ ചോദിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഡു യു ഹാവ് അവോക്കാഡോ ജ്യൂസ്? അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ ഐ ഹാവ് ദ ബിൽ പ്ലീസ്? ബിൽ എടുക്കുമോ? ക്യാൻ ഐ ഹാവ് ദ ബിൽ പ്ലീസ്? നിങ്ങളുടെ വീട് എത്ര ദൂരമുണ്ട്? ഹൗ ഫാർ ഈസ് യുവർ ഹോം? അടുത്ത് തന്നെയാണെന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് നിയർ ബൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവൾ എന്ത് പറഞ്ഞു? വാട്ട് ഡിഡ് ഷീ സേ? What did she say? Please repeat. ആൻസർ ആയിട്ട് നമുക്ക് പറയാം നത്തിങ് സ്പെഷ്യൽ. കാര്യമായിട്ടൊന്നുമില്ല. നത്തിങ് സ്പെഷ്യൽ. കാര്യമായിട്ട് ഒന്നുമില്ല. വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രേസ്. നെക്സ്റ്റ് വൺ, വേഴ്സ് യുവർ ഫാദർ? ക്യാൻ യു കോൾ ഹിം? അച്ഛൻ എവിടെയാണ്? ഒന്ന് അച്ഛനെ വിളിക്കാമോ? വേഴ്സ് യുവർ ഫാദർ? ക്യാൻ യു കോൾ ഹിം? പ്ലീസ് റിപ്പീറ്റ്. വാട്ട്സ് ദ മാറ്റർ? എന്താണ് കാര്യം? നത്തിങ് മച്ച്. കാര്യമായിട്ടൊന്നുമില്ല. നത്തിങ് മച്ച്. കാര്യമായിട്ട് ഒന്നുമില്ല. ഈസ് എവറിത്തിങ് ഓക്കെ? എല്ലാം ഓക്കെ അല്ലേ? ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. ഈസ് എവറിത്തിങ് ഓക്കെ? ഹൗസ് ദ വെദർ ദർ? എന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫോണൊക്കെ വിളിച്ച് നമ്മൾ ചോദിക്കാറുണ്ട്. കാലാവസ്ഥ എങ്ങനെയുണ്ട് അവിടെ? ഹൗസ് ദ വെദർ ദർ? പോസിബിൾ റിപ്ലൈസ് ആണ്, ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ. ഇന്ന് വളരെ ചൂടാണ്. ഇറ്റ്സ് വെരി കോൾഡ് ടുഡേ. ഇന്ന് വളരെ തണുപ്പാണ്. ആരുടെ പുസ്തകമാണിത്? ഹൂസ് ബുക്ക് ഈസ് ദിസ്? ഇറ്റ്സ് മൈൻ. ഇതെൻ്റെതാണ്. ഇറ്റ്സ് മൈൻ. ഓർ ഇറ്റ്സ് നോട്ട് മൈൻ. ഇതെൻ്റെതല്ല. ഇറ്റ്സ് നോട്ട് മൈൻ. ഐ ഡോണ്ട് നോ. എനിക്ക് അറിയില്ല. ഇത് നേരത്തെ പഠിച്ച സെൻറ്റൻസ് ആണ്. നമ്മൾ ഡെയിലി ലൈഫിൽ പതിവായിട്ട് നമ്മൾ പറയാറുണ്ട് ഇത്. അയാളുടെ നമ്പർ ഉണ്ടോ? ഡു യു ഹാവ് ഹിസ് നമ്പർ? ഡു യു ഹാവ് ഹിസ് നമ്പർ? ദിസ് ഈസ് ഓൾസോ എ വെരി കോമൺ ക്വസ്റ്റ്യൻ. പ്ലീസ് റിപ്പീറ്റ്. ഉണ്ടെങ്കിൽ നമുക്ക് പറയാം യെസ് ഐ ഹാവ്. യെസ് ഐ ഹാവ്. ക്യാൻ യു ടെക്സ്റ്റ് മീ? എനിക്ക് മെസ്സേജ് അയക്കാമോ? ക്യാൻ യു ടെക്സ്റ്റ് മീ? സപ്പോസ് നിങ്ങളെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും വെളിയിൽ നിന്ന് വന്നിട്ടുണ്ട്, അവരോട് നിങ്ങൾക്ക് ചോദിക്കാം ഹൗ ലോങ് ഈസ് യുവർ വെക്കേഷൻ? നിങ്ങളെ വെക്കേഷൻ എത്ര നാളുണ്ട്? വെൻ ആർ യു ഗോയിങ് ബാക്ക്? നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഇങ്ങനെയും നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട്. വെൻ ആർ യു കമ്മിങ് ഹിയർ? അതായത് നിങ്ങൾ ഇവിടെ എപ്പോഴാണ് വരുന്നത്? വെൻ ആർ യു കമ്മിങ് ഹിയർ? വെൻ ആർ യു കമ്മിങ് ഹിയർ? ഇനി അതിൻ്റെ റിപ്ലൈ ആയിട്ട് മേ ബി നെക്സ്റ്റ് വീക്ക്, ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു പക്ഷേ അടുത്ത ആഴ്ച, ഇങ്ങനെ വളരെ കാഷ്വലായിട്ട് പറയാറുണ്ട് റിപ്ലൈസ്. മേ ബി നെക്സ്റ്റ് വീക്ക്. നീ അവിടെ പോയോ? Did you go there? Did you go there? Please repeat. അതിൻ്റെ റിപ്ലൈ ആയിട്ട് നമുക്ക് പറയാം നോ നോട്ട് യെറ്റ്. ഇതുവരെ പോയിട്ടില്ല. നോ നോട്ട്
yet. ഇനി ഞാൻ നാളെ അവിടെ പോകും എന്ന് പറയണമെങ്കിൽ we can say I'll go there tomorrow. ഞാൻ നാളെ അവിടെ പോകും. ഓൾറെഡി നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് പറയാം I went yesterday. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. I went last week. ഞാൻ ലാസ്റ്റ് വീക്ക് അവിടെ പോയിരുന്നു. Or you can say I went 2 days back. ഞാൻ 2 ദിവസം മുന്നേ അവിടെ പോയിരുന്നു. That was all for today's class. Thanks a lot for bearing with me. I know there had been microphone issues, sound disturbances throughout, but still, thanks for all your patience and thanks for all your support. Soon I'll be fixing that. Thanks a lot once again.